നമസ്കാരം. ഒരു മോഡേൺ വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഇന്നത്തെ മൈ ബെറ്റർ ഹോമിൻ്റെ വീഡിയോ ഉപകാരപ്പെടുക. ഇപ്പോൾ ആർക്കിടെക്റ്റുകൾ എല്ലാവരും ഒരു മോഡേൺ വിൻഡോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അലുമിനിയം അൾജീരിയ വിൻഡോസ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാള് ഫ്രണ്ടിൽ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കർട്ടൻ വാള് എന്നാണ് വിളിക്കുക. ഇത് അലുമിനിയം അൾജീരിയ വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടുത്തെ സ്ലൈഡിംഗ് വിൻഡോസ്, സ്ലൈഡിംഗ് ഡോർസ്, ബാൽക്കണിയിലേക്ക് വരുന്ന എൻട്രൻസ് പാസേജ്, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അലുമിനിയം അൾജീരിയ വിൻഡോസ് എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് 12 വില്ല പ്രൊജക്റ്റ്, അതായത് ഒരേപോലെയുള്ള 12 വീടുകൾ ഒരു സ്ഥലത്ത് വില്ല പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ വീട്ടിലും അലുമിനിയം അൾജീരിയ പ്രൊഫൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ പ്രൊഫൈല്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത് ചെയ്യുന്ന ടീം ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ വീടിൻ്റെ എലവേഷൻ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ മുമ്പിൽ തന്നെ വലിയൊരു സ്ലൈഡിംഗ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതിൽ ടഫൻഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. കർട്ടൻസ് പുറത്തുനിന്ന് കാണാൻ പറ്റും, കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിയർ ഗ്ലാസ് ആണ്. കർട്ടനായിട്ട് ബ്ലാക്ക് ഔട്ട് കർട്ടൻ കൊടുത്തിട്ടാണ് നമ്മൾ അകത്തുള്ള വിസിബിലിറ്റി നന്നായിട്ട് കട്ട് ചെയ്യുന്നത്. മുമ്പിൽ തന്നെ നല്ല പ്ലാന്റുകളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു. താന്തൂർ സ്റ്റോണാണ് ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത്, പേയ്മെൻ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പെബിൾസ് ഇട്ടിരിക്കുന്നു. ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കാർ പോർച്ചും അതിൻ്റെ സിറ്റ് ഔട്ടിനോട് ചേർന്ന ഭാഗമെല്ലാം ഇതേപോലെ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ ഗ്ലാസ് വെച്ചിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് MT ഗ്രേ എന്ന് പറയപ്പെടുന്ന മെറ്റാലിക് ഷെയ്ഡ് വരുന്ന ഗ്രേ ടച്ചുള്ള മാറ്റ് ഫിനിഷ് അൾജീരിയ പ്രൊഫൈലുകളാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വില്ലയിൽ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ടോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. UPVCനെ അപേക്ഷിച്ചിട്ട് അലുമിനിയം അൾജീരിയ പ്രൊഫൈലിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കളർ ഷെയ്ഡുകളിൽ നമുക്ക് അലുമിനിയം അൾജീരിയ പ്രൊഫൈലുകൾ ലഭ്യമാണ്. UPVCയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കളർ കോമ്പിനേഷനിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. മോസ്റ്റ്ലി ആളുകൾ വൈറ്റ് കളറാണ് UPVCയിൽ യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ മാറ്റ് ഫിനിഷിൽ ബ്ലാക്ക് കളർ, ഗ്രേ കളർ, സിൽവർ കളർ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അലുമിനിയം അൾജീരിയ പ്രൊഫൈലിൽ നിരവധി സാധ്യതകളാണുള്ളത്. അതുതന്നെയാണ് അൾജീരിയ പ്രൊഫൈലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. നമുക്കിഷ്ടമുള്ള കളറിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് ഈ വിൻഡോസ് സ്ലൈഡിംഗ് ആയിട്ടും ഫിക്സഡ് ആയിട്ടും നമുക്കിങ്ങനെ ഡോറ് തുറന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാസ്കേഡ് ആയിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. UPVCയിലും സെയിം രീതിയിൽ സാധിക്കും. എന്നാൽ അൾജീരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാൽക്കണിയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റ് ഫിനിഷ് ഗ്രേ കളർ വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് തന്നെ നമ്മുടെ വീടിന് കൊടുക്കാൻ സാധിക്കും. എപ്പോഴും ഒരു മോഡേൺ എലമെൻറ്റ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനുകളാണ് ആർക്കിടെക്റ്റുകളെല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പുറത്തു നിന്നുള്ളൊരു ഔട്ട്ലുക്ക് മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, ഇതിൻ്റെ ലോക്കുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വീടിനകത്ത് കയറിയാലേ മനസ്സിലാവുള്ളൂ. നമുക്കൊന്ന് അകത്ത് കയറിയിട്ടൊന്ന് നോക്കാം. നല്ല രീതിയിൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീടാണിത്. നമ്മൾ കയറി വരുമ്പം തന്നെ നല്ലൊരു ആംബിയൻസ് ലഭിക്കുന്നു. ഈ ഒരു കോർണറിലൊരു ബുക്ക് ഷെൽഫ് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഷെൽഫാണ്. ഇവിടെ നമ്മുടെ അലുമിനിയം അൾജീരിയ പ്രൊഫൈൽ ഉപയോഗിച്ച് ഒരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് മറ്റൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. അത് ഓപ്പണബിൾ ആയിട്ടുള്ള കാസ്കേഡ് വിൻഡോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടും ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. നമുക്ക് ആദ്യം സ്ലൈഡിംഗ് വിൻഡോ എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസം ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണാം. ഒരു 2 ട്രാക്ക് സ്ലൈഡിംഗ് വിൻഡോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഭാഗത്ത് നോക്കണം. ഇവിടെ നമുക്ക് 2 ട്രാക്കുകൾ കാണാം. ഒരു ട്രാക്ക് ഈ ഒരു വിൻഡോ സ്ലൈഡ് ചെയ്യാനും മറ്റത് ഇപ്പുറത്തെ വിൻഡോ സ്ലൈഡ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ലോക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു എൻ പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ കാണാം. ഇതാണ് അതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം. ഇതിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ ഇത് വരില്ല, ബിക്കോസ് ഇത് ഓൾറെഡി ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ റെഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ നേരെ ഇത് താഴോട്ട് താത്തുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രീൻ സിഗ്നൽ പോലത്തെ ഒരു സാധനം വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നേരെ ഓപ്പോസിറ്റ് സൈഡിലും സെയിം മെക്കാനിസമാണ് വരുന്നത്. റെഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ലോക്കാണെന്നാണ് അർത്ഥം. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് വരില്ല. നേരെ നമ്മളിതിനെ താഴോട്ട് താത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് സ്ലൈഡിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്.
എന്നാൽ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് പുറത്തോട്ട് കാസ്കേഡ് പോലെ ഒരു ഷട്ടർ തുറക്കുന്ന രീതിയിൽ തുറക്കാൻ പറ്റുന്ന ഓപ്പൺ വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് സാധാ നോർമൽ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് പോലെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ഹിഞ്ച് നൽകിയിട്ടുണ്ട്. ഹൈമാസ് ഹിഞ്ചസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം ഡിഗ്രി ആംഗിളിലേക്ക് വിൻഡോ ഓപ്പൺ ചെയ്യണോ അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ വന്നിട്ട് ശക്തമായിട്ട് കാറ്റ് വന്ന് അടിക്കുമ്പോൾ ശക്തമായിട്ട് തിരിച്ച് റീബൗണ്ട് ചെയ്യത്തില്ല. നമുക്ക് ആവശ്യമുള്ള ആംഗിളിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇവിടുത്തെ ഫ്ലോറിങ് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സിമൻറ്റ് ഗ്രേ ഫിനിഷ് വരുന്നൊരു ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു ഗ്രേ ടച്ച് വരുന്നൊരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് ഡൈനിങ് ടേബിൾ വരുന്നത്. ഒരു ബെഞ്ചൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് ടേബിളാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്ക് ഒരു പാഷ്യോ സ്പേസിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇവിടെയും ഇതേപോലെയുള്ള സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. അതും അൾജീരിയ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് 2 ട്രാക്ക് ആണെങ്കിൽ ഇവിടെ 3 ട്രാക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 3 ട്രാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അൾജീരിയ പ്രൊഫൈലിന് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അത് തന്നെ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ് കമ്പനി ആയിട്ടുള്ള സെയിൻറ്റ് ഗോബൈൻ്റെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഗ്രില്ലുകളും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡ് ടെറാക്കോട്ടയുടെ കളറും അതിനോടൊപ്പം തന്നെ ഈ ഒരു ഗ്രേ കളറും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഫീലാണ് അൾജീരിയ വിൻഡോസ് ഈ വീട്ടിൽ നൽകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അലുമിനിയം വിൻഡോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എഡ്ജ്, ഈ ഒരു ജോയിൻറ്റ് വളരെ സ്മൂത്തായിട്ട്, ജോയിൻറ്റ് വളരെ മൈന്യൂട്ടായ ലെവലിൽ ജോയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ നമ്മൾ നമ്മുടെ വീട്ടിൽ വിൻഡോസ് ചെയ്യിക്കാൻ പാടുള്ളൂ. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേവേഴ്സ് ഉള്ളൊരു ടീമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് വലിയ ഒരു വാള്, കേർട്ടൻ വാള് കണ്ടിരുന്നു. അത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എല്ലാം ഒരുമിച്ച് പൊങ്ങിപ്പോകുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള അലുമിനിയം അൾജീരിയ പ്രൊഫൈൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു കേർട്ടൻ വാളാണ്. നമുക്കതൊന്ന് കാണാം. നാച്ചുറൽ ലൈറ്റിൻ്റെ വമ്പൻ ഒരു ആംബിയൻസ് കിട്ടുന്നൊരു ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂമാണ് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് വലിയ കേർട്ടൻ വാളായിട്ട് കാണുന്നത്. ആ ഒരു കേർട്ടൻ വാളാണ് ഇവിടെ വിൻഡോ ആയിട്ട് ഇത്രയും ലൈറ്റ് ഈ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കേർട്ടൻസ് എല്ലാം മാറ്റി നോക്കണം. നല്ല ഈ ആംബിയൻസിനോട് ചേർന്ന നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് ഈ ഒരു കേർട്ടൻ വാളിന് നൽകിയിട്ടുള്ളത്. ഇത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ്. എന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ലൈറ്റിനെ നമുക്ക് ഇതിനകത്തുനിന്ന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. പകൽ സമയത്ത് നമ്മൾ 2 സൈഡിലേക്കും ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് നമ്മുടെ ബെഡ്റൂമിലേക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കേർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ, ഇതിനെ ഷിയർ ഫാബ്രിക് എന്നാണ് പറയുക, ഷിയർ കേർട്ടൻ മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ അൾജീരിയ വിൻഡോസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻസ് എല്ലാം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് കാണിക്കാം. സോ നമ്മൾ കർട്ടൻസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം നിങ്ങളെ കറക്റ്റായിട്ട് ഈ വിൻഡോയുടെ സെറ്റപ്പുകളൊക്കെ കാണിക്കുകയാണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗവും ഫിക്സ്ഡ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്തൂടെ ലൈറ്റ് മാത്രമേ അകത്തേക്ക് വരുള്ളൂ. എന്നാൽ സെൻറ്റർ പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഹാൻഡിലാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഇതേപോലെ ഔട്ട്സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് സ്റ്റോപ്പറുകളുണ്ട്. സ്റ്റോപ്പറുകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള കാറ്റും വെളിച്ചവും എല്ലാം ഈ ഒരു പോർഷനിലൂടെ ആയിരിക്കും നമുക്ക് റൂമിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. നേരെ മുകളിലൊരു ബെഡ്റൂം ഉണ്ട്. അവിടെയും ഇതേപോലെ 2 ഫിക്സഡും നടുവിൽ ഓപ്പണും ഈ ഒരു സിസ്റ്റത്തിലാണ് കർട്ടൻ വാളുകൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ്ങിന് ശേഷമാണ് അലുമിനിയം പ്രൊഫൈൽ വന്നിട്ട് നമ്മൾ ഈ ഒരു വിൻഡോ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഈ ഒരു വിൻഡോയ്ക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഭാഗം കോൺക്രീറ്റ് ചെയ്യണം, എത്രത്തോളം കോൺക്രീറ്റ് ചെയ്യേണ്ട, ഏത് രീതിയിലാണ്, ഏത് സൈസിലാണ് നമ്മൾ വിൻഡോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന ടീമിനോട് നേരത്തെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ വീടിൻ്റെ വാർക്കയുടെ സമയത്താണെങ്കിലും നമ്മുടെ ഭിത്തി കെട്ടുന്ന സമയത്താണെങ്കിലും തേക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഉപദേശത്തിൻ്റെ ബലത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിപ്പോൾ കണ്ട റൂമിൻ്റെ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വിൻഡോ പോവാണ്. ഇതിലും നമ്മൾ പറഞ്ഞതുപോലെ ഈ ഭാഗം ഫിക്സ്ഡ് ആയിരിക്കും, ഈ ഭാഗവും ഫിക്സ്ഡ് ആയിരിക്കും. ഈ ഒരു വിൻഡോ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടം പോർഷനിൽ നോക്കിയാൽ മനസ്സിലാവും, താഴേന്ന് നേരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആ ഒരു വിൻഡോയുടെ ബാക്കി തന്നെയാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു ലിൻഡൽ ഹൈറ്റിൽ വന്നിട്ട് എൻഡ് ചെയ്യുന്നത്.
ഇത് ഈ വീട്ടിലെ അപ്പർ ലിവിങ് സ്പേസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു കർട്ടൻ ഫാബ്രിക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു ഷിയർ ഫാബ്രിക്കും നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഡോറാണ്. അത് നിർമ്മിച്ചിരിക്കുന്നതും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ കർട്ടൻസ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സോ ഈ സ്ലൈഡിംഗ് ഡോറിനെ സംബന്ധിച്ചിടത്തോളം ഇത് 3 ട്രാക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് ഡോറാണ്. ഫസ്റ്റ് ട്രാക്കിൽ ഇതേപോലെ ഒരു ഫസ്റ്റ് ഡോറ് വരും, മറ്റേ ട്രാക്കിൽ ഓപ്പോസിറ്റ് വശത്തെ ഡോറുമാണ് വരിക. മൂന്നാമതൊരു ട്രാക്ക് കൂടെ ഉണ്ട്. അതിൽ നമുക്ക് മോസ്കിറ്റോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോറ് വെക്കണമെങ്കിൽ അതും നമുക്കിതിനകത്ത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ആളുകൾക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടെങ്കിൽ ഇതിന് ഫ്രണ്ടിൽ ഷട്ടേഴ്സ് വരുന്ന രീതിയിലും ചെയ്യാറുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഷട്ടർ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. ചില വീടുകളിലൊക്കെ സെക്യൂരിറ്റി കൺസേൺസ് ഭയങ്കരമായിരിക്കും. അവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി വിഷയങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഗ്രില്ലുകളും അവർ ചൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ബെഡ്റൂമിൽ ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഫ്രീ ടൈമിൽ ഇവിടെ വന്ന് ഇരിക്കാം. ഇവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇത് ഫിക്സ്ഡ് ആയിട്ട് നൽകിയിരിക്കുന്ന ഗ്ലാസ് ആണ്. ഇത് രണ്ടും ഓപ്പൺ ആയിട്ട് നമുക്ക് ഓപ്പൺ വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളെല്ലാം കാണിച്ചതാണ്. ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനർ എങ്ങനെയാണോ വിൻഡോ ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് അലുമിനിയം പ്രൊഫൈലുകൾ ഉപയോഗിച്ചിട്ട് വിൻഡോ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ കാണിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും വീടാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. സിറിൽ ആൻഡ് ജിത്തു അല്ലേ? ഒരു വില്ല പ്രൊജക്റ്റാണിത്. അപ്പോൾ വീടിൻ്റെ തുടക്കം പണി മുതലേ നിങ്ങൾ ഇവിടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നോ? സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും എത്ര വീടുണ്ട്? ടോട്ടൽ 10 വില്ലാസ് ആണ്. 10 വീടുകളാണ് അല്ലേ? ഏകദേശം എല്ലാം ഒരേപോലെയുള്ള വീടുകളാണ് അല്ലേ? ഫുൾ ഗ്ലാസിന്റെ വർക്കുകൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് ഈ ഡിസൈനിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്ലാസിന്റെ ഇത് കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ വിപിനാണ് ഗ്ലാസിന്റെ വർക്ക് നന്നായിട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വിപിനെ അപ്രോച്ച് ചെയ്ത് അത് ഒരു കൊട്ടേഷൻ തന്ന് നമ്മളത് സാറ്റിസ്ഫൈ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് വിപിനെ അപ്രോച്ച് ചെയ്തു. ഫൈനൽ നമ്മൾ ഗ്ലാസിന്റെ ഫുൾ അൾജീരിയ സ്ലൈഡ് വർക്കുകളും വീടിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ ഒക്കെ ചെയ്ത സമയത്ത് ഇതിന് ഗ്ലാസ് വർക്ക് കൂടാതെ അലുമിനിയം വർക്ക്സ് പിന്നെ മോസ്കിറ്റോ നെറ്റിന്റെ വർക്ക്സ് എല്ലാം വിപിനാണ് ചെയ്തത്. പുള്ളിയെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഈ വിപിൻ എന്ന് പറയുന്നത് ഷൈൻ സ്റ്റാർ എന്ന് പറയുന്ന ഇന്റീരിയർ വർക്കുകൾ ചെയ്യുന്ന കമ്പനിയാട്ടോ. ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓൾറെഡി ഈ വീട്ടിൽ ഇവിടുത്തെ എല്ലാ വീട്ടിലും ഇതേ ടീമുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കഴിഞ്ഞ സമയത്ത് ചേച്ചിയുടെ ഒരു എങ്ങനെയായിരുന്നു? ചേച്ചി ഓക്കെ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഷൈൻ സ്റ്റാർ ഇന്റീരിയർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ഒരു വില്ലയിൽ മുഴുവനായിട്ട് അലുമിനിയം പ്രൊഫൈലിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഷൈൻ സ്റ്റാറിൻ്റെ സാരഥി. പേരൊന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ ഒരു വിപിൻ എന്നാണ്. വിപിൻ വർഗീസ് എന്നാണ് എൻ്റെ. നമ്മുടെ സ്ഥാപനത്തിനൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക. ഷൈൻ സ്റ്റാർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്ഥാപനം. ഏകദേശം ഒരു 18 വർഷത്തോളം നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ? ഞങ്ങൾ മെയിൻലി വിൻഡോസ്, പ്രീമിയം രീതിയിലുള്ള വിൻഡോസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഗ്ലാസ് വർക്കുകൾ, ഷവർ പാർട്ടീഷൻസ്, അവരുടെ ബെഡ്റൂം കബോർഡ്സ്, കിച്ചൺ കബോർഡ്സ്, അങ്ങനെയുള്ള വർക്കുകളാണ്. നമ്മൾ ഈ അലുമിനിയം വിൻഡോസ് എന്ന് പറയുമ്പോഴേ രണ്ട് രീതിയിലുള്ള പിക്ചറുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഒന്ന് അലുമിനിയം ഫാബ്രിക്കേഷൻ, നമുക്ക് വളരെ ലോ കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിൻഡോസ്. ഒന്ന് ഇതേപോലെ പ്രീമിയം വിൻഡോസ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പറയാം? നമുക്ക് നോർമലി ലോക്കൽ മാർക്കറ്റുകളിൽ കിട്ടുന്നതാണ് ഈ പറഞ്ഞ പോലെ ഫാബ്രിക്കേഷൻ വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ബാക്കി വിൻഡോസ് വരുന്നത്. പിന്നെ അതിനേലും കുറച്ചും കൂടി പ്രീമിയം രീതിയിലുള്ളതാണ് ഈ പറഞ്ഞ അൾജീരിയ. ലുക്ക് കൂടുതലായിരിക്കും, കുറച്ചും കൂടി ലുക്ക് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റേജ് വരുന്നത് ഒരു 35 സീരീസ് എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അത് അങ്ങനെ ഓരോ സ്റ്റേജിൽ പ്രീമിയം സീരീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ട്രാക്ക്, ഇതിലെത്ര ട്രാക്ക് ഉണ്ട്, ഇതിനെത്ര, അങ്ങനെയാണ്. അതെ, ഇതിൻ്റെ ഓരോ മെറ്റീരിയൽസിൻ്റെ ഗേജും അതുപോലെ കനം അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സീരീസുകൾ കൂടി വരുന്നത്. ഓഹോ. അപ്പോൾ ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ കർട്ടൻ വാളായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഗേജ് കൂടിയ പ്രൊഫൈലുകൾ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഗേജ് കൂടിയ പ്രൊഫൈൽസ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് സീരീസ് ആണ്? ശരിക്കും 40 സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അൾജീരിയയിൽ ഏതൊക്കെ സീരീസുകൾ വരുന്നത്? ഈ അൾജീരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ലൈഡിങ് വിൻഡോസ് ചെയ്യുന്നതിൻ്റെ മെറ്റീരിയൽസ് ആണ് അൾജീരിയ. അത് 27 സീരീസ് എന്നാണ് അറിയുന്നത്. അതിൻ്റെ 27 സീരീസ് കഴിഞ്ഞിട്ട് അടുത്തതിൽ നമുക്ക് കിട്ടുന്നതാണ് 35 സീരീസ് എന്ന് പറഞ്ഞാൽ വരുന്നത്. പിന്നെ ഓപ്പൺ വിൻഡോസിൽ 40 സീരീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 50 സീരീസ് ഉണ്ട്. അങ്ങനെ ഓരോ വർക്കിനും ഈ സീരീസ് ഒക്കെ നോക്കേണ്ടതുണ്ടല്ലേ? പ്രൊഫൈലിന്റെ തിക്നെസ്സും അതുപോലെ പ്രൊഫൈൽസിന്റെ ഭംഗിയും അതിനനുസരിച്ച് കൂടുതൽ വരും. ശരിക്കും ഇതിന്റെ ഒരു കോസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? പൈസയുടെ കാര്യമൊക്കെ വരുന്ന സമയത്ത്
നമുക്കിപ്പോൾ സ്ലൈഡിംഗ് വിൻഡോസ് അൾജീരിയാസിൻ്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 550 രൂപ വെച്ചിട്ട് സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് ഈ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ് ഫുള്ള് നോക്കുന്നത്. അതിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏരിയ അതായത് എൻഡ് ടു എൻഡ് നീളമിൻ്റെ വീതി അതെ ഓക്കെ അതാണ് നോക്കുന്നത് സ്ക്വയർ ഫീറ്റ്. ഓപ്പൺ വിൻഡോസ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 650 രൂപ സ്ക്വയർ ഫീറ്റിലോട്ട് വരും. ഗ്ലാസിന്റെ ചാർജ് എക്സ്ട്രാ ആണോ? അല്ല, ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റാളേഷൻ ചാർജ് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള റേറ്റ് വരും. ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസുകൾ ടഫൻ ഗ്ലാസുകളാണ്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര എമ്മിന്റെ ഗ്ലാസുകളാണ് യൂസ് ചെയ്യുക. നമുക്ക് വിൻഡോന്റെ സൈസ് അനുസരിച്ച് 5 mm തുടങ്ങി 8 mm അല്ലെങ്കിൽ 5, 6, 8 ചെയ്യാൻ പറ്റും. ഇത്രയും നമുക്ക് നോർമൽ ചെയ്യാം. അതല്ലെങ്കിൽ ഡബിൾ ഗ്ലേസ്ഡ് ആയിട്ടാണെങ്കിലും അതെ അതാണെങ്കിലും നമുക്ക് ചെയ്യാം. അതിന്റെ പ്രൊഫൈലിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യാൻ സാധിക്കും അല്ലേ? അതെ. ഓക്കെ. ഇപ്പം ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് മാറ്റ് ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അലുമിനിയത്തിൽ ഗ്ലോസി ഉണ്ടോ? കിട്ടും, ഗ്ലോസി ഫിനിഷിംഗ്. UPVCയുടെ സെയിം ഫിനിഷിൽ നമുക്ക് അലുമിനിയത്തിൽ കിട്ടും. അപ്പം നിങ്ങളുടെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എവിടെ വരെ ആളുകൾക്ക് കിട്ടും, ഏതെല്ലാം ജില്ലകളിൽ കിട്ടും, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എറണാകുളം ബേസ് ചെയ്ത് ചെയ്യുന്നു. എറണാകുളം മെയിനായിട്ട് വില്ല പ്രോജക്റ്റുകൾ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വീടുകളായിട്ടുള്ള വർക്കുകളാണെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യുന്നതാണ്. നമ്മൾ തൃശ്ശൂർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, അങ്ങനെ എറണാകുളത്തിന് ചുറ്റുപറ്റി കിടക്കുന്ന എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ വർക്കുകൾ വന്നാൽ അതും തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. എത്ര ചെറിയ വർക്കുകളാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോഴേ മെയിനായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് ഈ കോർ മെറ്റീരിയലിനല്ല, ഇതേപോലെ വരുന്ന മെറ്റീരിയൽക്കാണ് നമുക്ക് പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവുന്നതെന്ന് പറയും. UPVCയിലൊക്കെ ആണെങ്കിൽ ഇഷ്യൂസൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളത് ലോക്കുകൾക്കൊക്കെയാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ലോക്ക്, ഹാൻഡിൽ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ബ്രാൻഡാണോ ചെയ്യുന്നത്? നമ്മളിപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കിങ്ലോൺ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് ഏകദേശം വേൾഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽസ് ആണ്. കിങ്ലോണിൻ്റെ ഹിഞ്ചസ്, അതുപോലെ ഹാൻഡിൽസ്, അതിന് വരുന്ന ഐമാക്സ്, റോളർ, വീലുകളെല്ലാം, അതായത് സ്ലൈഡിങ്ങിലൊക്കെ വരുമ്പോൾ അതിനടിയിൽ വരുന്ന റോളർ അത് കംപ്ലൈൻറ്റ് ആയി പോകാനുള്ള സാധ്യതകൾ, അതെല്ലാം ഹെവി മെറ്റീരിയൽ ആയിട്ടുള്ള കിങ്ലോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം എല്ലാ ആർക്കിടെക്ട് ഗ്രൂപ്പും പറയുന്നതും ഈ ഒരു മെറ്റീരിയലാണ് ബ്രാൻഡ് ഉപയോഗിക്കാനായിട്ടാണ്. പിന്നെ ഇതിൽ കുറഞ്ഞതുണ്ട്. അതിൻ്റെയൊക്കെ വിഷയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു കുറഞ്ഞ ബ്രാൻഡ് ഒരിക്കലും നമ്മൾ പോകാതിരിക്കും. നമ്മളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്, ഒരു അഷുറൻസ് കിട്ടുന്ന ബ്രാൻഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് നല്ലത്. അപ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏത് സ്റ്റേജിലാണ് ഇപ്പം അലുമിനിയം വെക്കണം എന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? നിങ്ങളെ പോലത്തെ ആളുകളെ കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മൾ ശരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം, ഏത് വേണം എന്നുള്ളത് ഡിസിഷൻ എടുക്കുക. അതിനുശേഷം നമുക്കിപ്പോൾ ബ്രിക്ക് വർക്കുകളെല്ലാം കഴിഞ്ഞ് ആ തേപ്പൊക്കെ കഴിഞ്ഞ് ആ സമയം കൊണ്ടിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതേപോലത്തേക്ക് ഫുൾ ഡബിൾ ഹൈറ്റ് ഒക്കെ വരികയാണെങ്കിൽ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലേ? അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കിട്ടും. പിന്നെ നമ്മളൊരു ഫ്ലോർ പ്ലാൻ കിട്ടുമ്പോഴാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി സജഷൻസ് പറയാൻ പറ്റും. വേസ്റ്റേജ് ഇല്ലാത്ത മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗ്ലാസ് ആണെങ്കിലും അതുപോലെ മെറ്റീരിയൽസ് ആണെങ്കിലും വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറയാനായിട്ടൊക്കെ സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ടോയ്ലറ്റിൽ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ് പാർട്ടീഷൻസ് അല്ലേ? അതെ. നിങ്ങൾ ഇതിൻ്റെ വർക്കും ചെയ്യുന്നുണ്ടോ? ഇതൊന്ന് ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഒന്ന് പറയുമോ? നിങ്ങൾ എങ്ങനെയാണ്, ഏത് സ്പെസിഫിക്കേഷനാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ടഫൻ ഗ്ലാസ് ആണ്. ഇത് 8 mm ഗ്ലാസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഹാങ്ങിങ് ആയിട്ടുള്ള രീതിയിലുള്ള അലൂമിനിയം ചാനൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അലൂമിനിയം ചാനൽസ് ആണ്. അതിൻ്റെ വീല് കാര്യങ്ങളെല്ലാം SS ക്വാളിറ്റി വരുന്ന വീലാണ് വരുന്നത്. ഷവർ പാർട്ടീഷൻ സാധാരണ നിലകളിൽ 8 mm ഗ്ലാസ് ആണ്. ഇത് നമ്മൾ ടൈൽ ഇട്ടതിന് ശേഷം വന്നിട്ടാണ്. അതെ, ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വർക്ക് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഷവർ പാർട്ടീഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ഡിപ്പ് ഉണ്ട്. അതെ അല്ലേ? ഈ ഡിപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അടിയിൽ വെള്ളം ഇത് ഇങ്ങോട്ട് വരാതിരിക്കാൻ നമ്മൾ നോർമൽ അത് സിലിക്കോണാണ് അടിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് വെള്ളം ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല. മെറ്റീരിയൽ കുറച്ച് താഴ്ന്നു കിടക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. അതെ, ശരി. ഏതായാലും ഒരുപാട് വിവരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. താങ്ക്സ് വെരി മച്ച്. നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അലുമിനിയം അൾജീരിയ പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോടൊപ്പം നൽകുന്നുണ്ടാവും. നിങ്ങൾക്ക് അലുമിനിയം അൾജീരിയ പ്രൊഫൈലിൻ്റെ വർക്കുകൾ ഉണ്ടെങ്കിൽ, അവർ പറഞ്ഞ ജില്ലകളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവിടെ ആയിരിക്കും അവരുടെ കൂടുതൽ ഫങ്ഷൻസ് നടക്കുന്നുണ്ടാവുക. അവർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫോണിലൂടെ ബന്ധപ്പെടാം. അവരുടെ കൊട്ടേഷനോ കാര്യങ്ങളോ എടുക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക.